രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കണ്ണും തിരുമ്പി അന്തവും കുന്തല്ലാത്ത പോലെയാണ് ഞാൻ ഈ ഇരിക്കുന്നത്. ആശമോളെ വീട്ടിലായതുകൊണ്ട് തന്നെ രാവിലെ ഇതേപോലെ ഒരു ചായ അത് നിർബന്ധ. അത് കഴിഞ്ഞപ്പോ സൈഡിൽ കൂടെ ഒരു കേക്കും കൂടി അകത്താക്കിയിട്ടുണ്ടായേ. രാവിലെ തന്നെ ചായയും കുടിച്ച് ഫോണിൽ കുത്തിരിക്കണം നന്ദു. ഞാൻ കൂടെ പിന്നെ അടുക്കളയിൽ ഇരുന്നിട്ടാ ചായ കുടിക്കണേ. അവന്മാരെ കൂടെ ഞാൻ പിന്നെ ഒരു ചായ കുടിച്ചുട്ടാ. ഞാൻ ഇങ്ങനെ ഇരുന്ന് ചായ കുടിക്കണം തന്നെ വിനു കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ ഓട്ടിക്കൂട്ടോ. കാരണം വേറൊന്നല്ല, വീട്ടിൽ നമ്മൾ ചായയും കാപ്പിയൊന്നും കുടിക്കാറില്ലല്ലോ. ഒട്ടും പഴം മുട്ടയും പപ്പടം അതായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ബൈ ദ ബൈ ഇവിടുത്തെ ഗ്യാസും തീർന്നിട്ടുണ്ട് കേട്ടോ. ഇന്നലെ കുറച്ച് മാങ്ങ അരിഞ്ഞ് ഉപ്പ് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നെ അച്ചാർ ഇടാൻ വേണ്ടിട്ട്. അതൊരെണ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോണ്ടല്ലോ ഉപ്പൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ടായിട്ടാ. അത് പിന്നെ ടെറസിന്റെ മേലെ കൊണ്ടുവച്ച് നല്ലോണം ഒന്ന് ഉണങ്ങി കിട്ടാനായിട്ട്. അത് കഴിഞ്ഞൊരു കുളിയും പാസ്സാക്കിയിട്ട് ഉച്ചയ്ക്കുള്ള ഫുഡും അങ്ങോട്ട് കഴിച്ചുട്ടാ. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേനും വെറുതെ ഇരുന്ന് ബോറടിച്ചോണ്ട് തന്നെ ഞാനും ആശമോളും കൂടി സുനിലാന്റെ അനിയന്റെ വീട്ടിലേക്ക്, അതായത് ബിജുന്റെ വീട്ടിലേക്ക് പോയിട്ടാ നേരെ. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ പിള്ളേരുടെ എനിക്ക് മാങ്ങാ ജ്യൂസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നെ. അതും കുറച്ച് കുടിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനം വേണ്ട ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നേ. അപ്പോഴേക്കും നന്ദു ടാറ്റയും പറഞ്ഞ് അവൻ ജിമ്മിന് പോയിട്ടാ. രാത്രി പിന്നെ സുനിലാട്ടൻ പത്തിരിയും ബീഫും മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതായിരുന്നു കഴിച്ചിട്ടുണ്ടായേ. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് വെറുതെ ഇരുന്ന് ടി വി കാണുന്ന നേരത്ത് ഞാൻ ചെറുതായിട്ടൊന്ന് സ്നാപ്പൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പൊ അത്രയുള്ളൂ. ചാറ്റ ബൈ ബൈ, സീ യു.